ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം ഇമാം ബി.പി. സുഹൈബ് മൗലവി ഈദ് ദിന സന്ദേശം നൽകുകയാണ്. തത്സമയത്തിലേക്ക് നടപടിയും ഏറെ പ്രശംസനീയമാണ്. അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോടുകൂടി നാം നന്ദി അർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മോട് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാജ്യത്തെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത്. ഈ ഭേദഗതിയിലൂടെ നമ്മുടെ മസ്ജിദുകൾ, മദ്രസകൾ, യതീംഖാനകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ ഇവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ലെങ്കിലും സുപ്രീം കോടതി ഇടക്കാലത്ത് ചില ഉത്തരവുകളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളുമെല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. ഒന്നാമതായി സുപ്രീം കോടതി പറഞ്ഞത് രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ അഥവാ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വഖഫ് അല്ലാതാക്കരുതെന്നാണ്. രണ്ടാമതായി സുപ്രീം കോടതി ഇടക്കാലത്ത് വെച്ച് പറഞ്ഞത് കളക്ടർമാർ വഖഫിൽ അന്വേഷണം നടത്തുമ്പോ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു. മൂന്നാമതായി പറയുന്നത് കേന്ദ്ര വഖഫ് കൌൺസിലുകളിലും അതുപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങളാവണം എന്നതാണ്. അങ്ങനെ മൂന്ന് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇത്തരം പരാമർശങ്ങളെല്ലാം നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ്. അതിനാൽ തന്നെ ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം. സർവോപരി അള്ളാഹുവിന്റെ സഹായത്തിലാണ് നമുക്ക് പ്രതീക്ഷയുണ്ടാവേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇയൻസുറക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുലക്കും ഫമൻ ദല്ലദീ യൻസുറക്കും മിൻ ബഅദി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ ആർക്കും നിങ്ങളെ അതിജീവിക്കാനോ അതിജയിക്കാനോ കഴിയുകയില്ല. എന്നാൽ അള്ളാഹു നിങ്ങളെ കൈവടിഞ്ഞാലോ അതിനുശേഷം ആരാണ് നിങ്ങളെ സഹായിക്കുക? ആർക്കാണ് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ മേൽ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് വഖഫിനെ സംരക്ഷിക്കുന്നതും നീതിയുക്തവുമായ വിധി തീർപ്പുകൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്ന ഒരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ബലിപെരുന്നാളിന്റെ സന്തോഷങ്ങളിൽ മുഴുകുമ്പോ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ സഹോദരങ്ങൾ അതികഠിനമായ പ്രയാസങ്ങളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റ് കാഭാലികർ ഫലസ്തീനികളെ, ഗസ നിവാസികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യാവകാശ നിയമങ്ങളെ ഒന്നടങ്കം പുച്ഛിച്ചു തള്ളിക്കൊണ്ടും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ലോക ഭൂപടത്തിൽ നിന്ന് ഫലസ്തീനെ തുടച്ചു നീക്കാനാണ് ഇസ്രായേൽ തകൃതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം തടഞ്ഞുകൊണ്ടും അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ടും ക്രൂരത മുന്നോട്ട് നീങ്ങുകയാണ്. സഹോദരങ്ങളെ, അതിനാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഫലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ
10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ഉടൻ മരിച്ചു വീഴുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് നിരന്തരമായിട്ട് വരികയാണ്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ഇടമാണ് പലസ്തീൻ എന്ന് UN വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടമാണ് ഗസ എന്ന് ഐക്യരാഷ്ട്രസഭ പറയാണ്. എന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പലസ്തീനികളെ വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ. അപ്പോഴും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ എല്ലാ ക്രൂരതകൾക്കും മേലൊപ്പ് ചാർത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ. പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് അറബ് നേതൃത്വം ട്രംപിനെ സ്വീകരിക്കുന്നുണ്ട്.